ഹലോ. അപ്പൊ ഇന്ന് നമുക്ക് ആന്റിബയോട്ടിക്കിനെ പറ്റി ഒന്ന് പറഞ്ഞാലോ. അതായത് മിക്കവർക്കും ഉള്ളൊരു തെറ്റായ ഒരു കൺസെപ്റ്റ് ആണ്. അതായത് ആന്റിബയോട്ടിക്കിന്റെ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഡോസ് കൂടുതലാണ്, അല്ലെങ്കിൽ 3 നേരം കഴിക്കുന്ന മരുന്നാണ് തരുന്നെങ്കിൽ അതിന്റെ ഡോസ് കൂടുതലാണ്. ശരിക്കും അങ്ങനെയല്ല ആന്റിബയോട്ടിക്കിന്റെ ഹൈറാർക്കി ഇരിക്കുന്നത്. നമുക്ക് ഓരോ മരുന്നുകൾക്കും ഓരോ സ്പെക്ട്രം ഓഫ് രോഗാണുക്കളെയാണ് അത് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഒരു പനിക്ക് കൊടുക്കുന്ന മരുന്നായിരിക്കത്തില്ല ഹോസ്പിറ്റലിൽ കിടന്ന് കിട്ടിയ ഒരു ഇൻഫെക്ഷന് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഒ പിയിൽ ഒരു പേഷ്യന്റിന് മരുന്ന് എഴുതിയിട്ട് നമ്മൾ 3 നേരം കഴിക്കാൻ പറഞ്ഞു കൊടുത്താൽ ചിലർ അത് 2 നേരം അല്ലെങ്കിൽ 1 നേരമായിട്ട് ചുരുക്കും. കാരണം അവരുടെ കൺസെപ്റ്റില് 3 നേരം എന്ന് പറയുന്നത് എന്തോ ഹൈ ഡോസ് മരുന്നാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. അതേപോലെ അമോക്സിക്ലാവ് അല്ലെങ്കിൽ സെപ്പഡോക്സിം അങ്ങനെ പല പല മരുന്നുകളുണ്ട്. അതിനകത്ത് ചിലത് 200 മില്ലിഗ്രാമിന്റെ ആയിരിക്കാം, ചിലത് 625ന്റെ ആയിരിക്കാം. അപ്പൊ ഈ 625ന്റെ എഴുതി കൊടുക്കുമ്പോൾ വിചാരിക്കുമോ ഇത് ഡോസ് കൂടിയതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഒരിക്കലും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് കറക്റ്റ് ആ ഒരു ഡോസിൽ തന്നെ എടുത്താലേ അതിന്റെ ഫലം കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പം ആന്റിബയോട്ടിക്സിനോടുള്ള ഒരു റെസിസ്റ്റൻസ് തടയണമെങ്കിൽ ഡോക്ടേഴ്സിനോടൊപ്പം തന്നെ പേഷ്യൻസും കോപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.